നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹലോ. ഹായ്. 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 കോളേജിൽ നിന്ന് വരുന്ന വഴിയായിരിക്കും അല്ലേ? അതെ. അഖില എന്തിനാ പഠിക്കുന്നതെന്ന് പറഞ്ഞേ? അത് BCA കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഓ അത് ശരി. അപ്പോ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അച്ഛനും അമ്മയും അനിയനും. ഓ അത് ശരി. അഖിലയാണോ മൂത്ത കുട്ടി? ഓ എൻ്റെ വീട്ടിൽ ഞങ്ങൾ 3 പേരാ. അച്ഛനും അമ്മയും ഞാനും. അച്ഛന് ചില ബിസിനസ്സുകളാണ്. ഞാനും അതിൽ തന്നെ നിൽക്കണമെന്നാ അച്ഛൻ്റെ ആഗ്രഹം. എനിക്ക് പക്ഷേ അതിൽ വലിയ താല്പര്യമില്ല. സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങണമെന്നാ എൻ്റെ ആഗ്രഹം. അമ്മയ്ക്കും അത് തന്നെ ഇഷ്ടം. എനിക്ക് പക്ഷേ പഠിത്തം പൂർത്തിയാക്കിയിട്ട് എന്തെങ്കിലും ജോലിക്ക് ചേരാനാണ് താല്പര്യം. എനിക്കും ചിലപ്പോൾ തോന്നാറുണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ജോലിക്ക് ചേരണമെന്ന്. ഇങ്ങനെ 2 വെള്ളത്തിൽ കാല് വെച്ചാ ഇപ്പോഴത്തെ നിപ്പ്. 2 വെള്ളത്തിൽ കാല് വെക്കുന്നവരൊക്കെ അവസാനം വെള്ളത്തിലാവുമെന്നാ പറയാറ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വെള്ളത്തിൽ കാല് വെച്ച് നിൽക്കുന്നതാ നല്ലത്. അഖിലേക്ക് നല്ല ഹ്യൂമർ സെൻസ് ഉണ്ടല്ലോ. അതാലോചിക്കാം. അഖിലിനി GP കയറി ഞെരുങ്ങി വിഷമിക്കണ്ട. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അല്ല, മടിയാണോ? അതല്ല. പറ. വാ. എന്തു പറ്റി? ആകപ്പാടൊരു ഉത്സാഹക്കുറവ്. ഇനി അഥവാ ഉത്സാഹക്കുറവുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്കൂ. നിന്റെ ജീവിതത്തിലേക്ക് പുതിയൊരു വെളിച്ചം വരുന്നുണ്ട്. പ്രതീക്ഷയുടെ വിളക്ക്, സ്നേഹത്തിന്റെ വെളിച്ചം, സന്തോഷത്തിന്റെ പ്രഭാതങ്ങൾ. എന്താണെന്ന് ഞാൻ പറഞ്ഞറിയണ്ട, നേരിട്ടറിഞ്ഞാ മതി. ഒരു നെയ്ത്തിരി വിളക്ക് കത്തുന്ന വേഗത്തിൽ ഈ പ്രകാശം തെളിയില്ല. കാറ്റടിക്കുന്ന കടൽക്കരയിൽ തെളിയുന്ന വിളക്കില്ലേ, അതുപോലെ ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടാവും. കണ്ടിട്ടില്ലേ കടപ്പുറത്തെ വിളക്കിന്റെ അവസ്ഥ? ചുറ്റിയടിക്കുന്ന കാറ്റ്, തിരമാലകളുടെ ഇരമ്പം, അതൊക്കെ അതിജീവിച്ച് വേണം ആ വിളക്ക് കത്താൻ. അതുകൊണ്ട് തന്നെ കടൽക്കരയിൽ വിളക്ക് കൊളുത്തുമ്പോൾ ഒരുപാട് ക്ഷമ വേണം. അതുപോലെ നിന്റെ ജീവിതത്തിലെ വിളക്ക് തെളിയാനും അതേ ക്ഷമ വേണം. ദേവൂട്ടിക്ക് ഇപ്പോഴുള്ള ക്ഷമയൊന്നും ഇവിടെ മതിയാവില്ല കേട്ടോ. എന്ത് എതിർപ്പ് വന്നാലും
എത്രയൊക്കെ പ്രയാസങ്ങൾ നേരിട്ടാലും തളർന്നു പോരുത്. കാരണം ഇവിടെ അന്തിമ വിജയം നിനക്കുള്ളതാണ്. മൂകാംബികാമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും നിനക്കുണ്ട്. നീ പാർവതീദേവിയുടെ കഥ കേട്ടിട്ടില്ലേ? എന്താ കേട്ടത്? മഹാദേവനായ ശിവന്റെ പ്രാണനാണ്, പകുതിയാണ്, ഭഗവാനെ അർദ്ധനാരീശ്വരനാക്കിയ ചൈതന്യമാണ് എന്നൊക്കെയല്ലേ? അതൊക്കെ സത്യമാണ്. പക്ഷേ പാർവതീദേവി ആ പരമപദത്തിൽ എത്താൻ അനുഭവിച്ച ത്യാഗങ്ങൾക്കും ആത്മപരീക്ഷണങ്ങൾക്കും കണക്കില്ല. അതെ, അതാണ് ശിവപാർവതി സംയോഗത്തിന്റെ മഹത്വം. ആദ്യം ഭഗവാനെ തന്റെ സൗന്ദര്യം കൊണ്ട് ആകർഷിക്കാൻ പാർവതീദേവി ശ്രമിച്ചു. ഭഗവാൻ അത് കണ്ട ഭാവം പോലും കാണിച്ചില്ല. ഇല്ല, കണ്ടില്ല. അതാണ് സത്യം. ആർഭാടം കൊണ്ടും അലങ്കാരം കൊണ്ടും ആ മനസ്സ് നേടാൻ ശ്രമിച്ചു. പക്ഷേ പരാജയപ്പെട്ടു. ഒടുവിൽ ദേവി അഗാധ ഭക്തിയും ആത്മത്യാഗവും ആയുധമാക്കി. അവിടെ ഭഗവാൻ കീഴടങ്ങി. തപസ്സുകൊണ്ടാണ് പാർവതി മഹാദേവനായ ശിവനെ സ്വന്തമാക്കിയത്. ആ തപസ്സിന്റെ പാഠം ദേവൂട്ടിയും ഉൾക്കൊള്ളണം. ആ കാലത്തെ തപസ്സിനും ഇന്നത്തെ തപസ്സിനും വ്യത്യാസം ഉണ്ടാവാം. പക്ഷേ തപസ് ഒരു സത്യമാണ്. ഏകാഗ്രതയിലൂടെ മനസ്സർപ്പിച്ചുകൊണ്ടുള്ള തപസ്. നിനക്കും ആ തപസ് ചേരും.